ഹരേ കൃഷ്ണ. ഇത് നമ്മൾ മൂന്നാമത്തെ സ്കന്ധത്തിലെ 29ാമത്തെ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം പറയാം. ഇന്നലെ പറയേണ്ടായി ഭക്തി, അതായത് ഈശ്വരാരാധന കൊണ്ട് ശരീരാഭിമാനം നീങ്ങിയിട്ട് എല്ലാ ജീവജാലങ്ങളെയും ആത്മസ്വരൂപേണ സ്നേഹിക്കലാണ് ശരിയായിട്ടുള്ള ഭക്തി എന്നുള്ളത് പറഞ്ഞു. ആ ഭക്തിയോട് കൂടിയിട്ട് വേണം വിഗ്രഹത്തിൽ ഭഗവാനെ പൂജിക്കാൻ എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. എന്നിട്ട് പറയാണ്, അമ്മേ, ഈ വർണ്ണാശ്രമധർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് എന്നെ വിഗ്രഹത്തിൽ പൂജിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലം കൊണ്ട് തൻ്റെ ഉള്ളിലും എല്ലാ ജീവജാലങ്ങളിലും ആ ചിത്തത്തിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്ന ഈശ്വരനായിരിക്കുന്ന വാസുദേവനായിരിക്കുന്ന എന്നിൽ അവർക്കെല്ലാം നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി ഉണ്ടാവും. ഈ പറയാണ്, പരമാത്മാവായിട്ടും ജീവനായിട്ടുള്ള ജീവാത്മാവും വേറെയാണെന്ന തോന്നൽ മനസ്സിൽ അല്പം പോലും ഉള്ള കാലം വരെ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. മരണഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതായത് പരമാത്മ ചൈതന്യവും ജീവാത്മാവും ഉള്ള ഭേദഭാവം ഉള്ളിടത്തോളം കാലം മരണം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ മരണഭയത്തിൽ നിന്ന് നിവൃത്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ താൻ പരബ്രഹ്മമായിട്ടുള്ള ജീവാത്മാവല്ല, ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്നാണ് എന്ന ഭാവത്തോട് കൂടിയിട്ട് വേണം നമ്മൾ വിഗ്രഹാരാധന നടത്താൻ വേണ്ടിയിട്ട്. കാരണം ഒരു ജീവാത്മാവ് മനസ്സിലാക്കണം, പരമാത്മാവ് ഒഴികെ എല്ലാ വസ്തുക്കൾക്കും നാശം ഉള്ളതാണ്. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ആ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശമാണ്. അതൊരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞില്ലേ, ആ പരമാത്മാവിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് ഈ പറഞ്ഞ ജീവാത്മാവ്. ഈ ബോധം നമ്മുടെ മനസ്സിൻ്റെ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഈ പരമാത്മാവിൽ നിന്ന് അന്യമായിട്ട് ഉള്ള എല്ലാറ്റിനെയും ഇല്ലാതെയാക്കി തീർത്ത് നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഭഗവാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത്. ഭയം ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? നിർഗുണ ഭക്തിക്ക് മാത്രമേ അതിന് സാധിക്കൂ. എന്നിട്ട് പറയാണ്, ഹേ അമ്മേ, എല്ലാ ജീവജാലങ്ങളിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന എന്നെ ദാനം ചെയ്തുകൊണ്ടും ആ ബഹുമാനിച്ചുകൊണ്ടും ഭേദഭാവന ഇല്ലാതെ ഭക്തിയോടുകൂടി എന്നെ ആരാധിച്ചു കൊണ്ടിരുന്നാൽ കാലം കൊണ്ട് ആ ജീവാത്മാ പരമാത്മാവ് എന്ന ഭേദഭാവന നീങ്ങിയിട്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ സകല ജീവജാലങ്ങളിലും എല്ലാറ്റിനെയും പരമാത്മാവായി കണ്ട് ആ അത്യുത്കൃഷ്ടമായിട്ടുള്ള ഭഗവാനോടുള്ള സ്നേഹം
ഉണ്ടായിട്ട് തീരും എന്ന ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ്, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന കല്ല്, മണ്ണ് പറഞ്ഞിട്ടുള്ള അചേതന വസ്തുക്കൾ, അതിനേക്കാൾ ഉയർന്നതാണ് വൃക്ഷങ്ങളും ലതാദികളൊക്കെ. അവയേക്കാൾ ഉയർന്നതാണ് ഇഴജന്തുക്കൾ. ഇഴജന്തുക്കളെക്കാട്ടിലും ഉയർന്നതാണ് ഈ നാൽക്കാലി മൃഗങ്ങളൊക്കെ ഉള്ളത്. അവരൊക്കെ ഓരോരോ പടിപടിയായിട്ടുള്ള ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ഹേ അമ്മേ, മൃഗങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരാണ് മനുഷ്യർ. ഇനി മനുഷ്യരിൽ വെച്ച് ശ്രേഷ്ഠരായിട്ടുള്ള ആൾക്കാരാണ് ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരാകുന്ന 4 വർണ്ണങ്ങൾ. അവരിൽ ബ്രാഹ്മണന്മാരാണ് കൂടുതൽ ഉത്കൃഷ്ടന്മാർ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ആ ബ്രാഹ്മണന്മാരിൽ തന്നെ ഉത്കൃഷ്ടരായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതായത് വേദം മുഴുക്ക പഠിച്ചവർ, അതുമാതിരി വേദത്തിൻ്റെ അർത്ഥം അറിയുന്നവർ, ബ്രാഹ്മണന്മാരിലെ സംശയം തീർക്കാൻ കഴിവുള്ളവർ, ബ്രാഹ്മണധർമ്മം ആചരിക്കുന്നവർ, നിഷ്കാമകർമ്മം ചെയ്യുന്നവർ, ഈ പറഞ്ഞ എല്ലാവരും ഒന്നിൻ്റെ മുകളിൽ ഒന്നിൽ യോഗ്യന്മാരായിട്ട് തീരുന്ന പറഞ്ഞത്. ഇതൊക്കെ ഉള്ളവർ. അതുകൊണ്ട് സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാവിൽ ദൃഢമായിട്ട് ഉറപ്പിച്ച് ആത്മബോധത്തിൽ എപ്പോഴും ആത്മാവാണ് താനെന്ന ബോധത്തിൽ എപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനിയാണ് എല്ലാവരെക്കാട്ടിലും ഉത്കൃഷ്ടനായിട്ടുള്ള ആൾ, സർവോത്കൃഷ്ടൻ എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യരിൽ സർവോത്കൃഷ്ടനായിരിക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ, മനസ്സിനെ ആത്മാവിൽ ദൃഢമായിട്ട് ഉറപ്പിച്ച് ആത്മബോധത്തിൽ മുഴുകിക്കഴിയുന്ന ആളാണ് ഏറ്റവും നല്ല ഭക്തനായിട്ടുള്ള മനുഷ്യനെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള സർവോത്കൃഷ്ടനായിട്ടുള്ള ഭക്തൻ്റെ മുകളിൽ വേറെ ആരുമില്ല. ഹനുമാനൊക്കെ അങ്ങനെയാണ്. എപ്പോഴും ഹനുമാൻ്റെ ഉള്ളിൽ ഭഗവത് സ്വരൂപം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിലുള്ള ജ്ഞാനിയായിത്തീരാനാണ് എല്ലാവരും പരിശ്രമിക്കേണ്ടത്. ഈശ്വരൻ ജീവസ്വരൂപേണ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു എന്ന ഭാവത്തോടെ സകല ജീവജാലങ്ങളെയും കാണുമ്പോൾ നേരിട്ട് നമസ്കരിച്ചില്ലെങ്കിലും മനസ്സാ നമസ്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലക്രമേണ അവൻ സ്വന്തം ശരീരത്തെയും മറ്റുള്ള ശരീരത്തെയും ഒക്കെ മറന്ന് എല്ലാറ്റിലും ആത്മാവായി പ്രകാശിക്കുന്ന എന്നിൽ ആ സർവ ഉത്കൃഷ്ടനായിട്ടുള്ളവന് നിർഗുണഭക്തി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ആ നിർഗുണഭക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അവന് ആ ഭക്തിഭാവത്തു കൂടെ അവൻ ലയിച്ചിരിക്കും എന്നുള്ളതാണ് ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ ചിരഞ്ജീവികൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഉത്കൃഷ്ട ഭക്തിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ചിരഞ്ജീവികൾ എന്ന പേരിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ അവർ ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, സാധാരണ ഈ
ചിരഞ്ജീവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ആൾക്കാരെന്നുള്ളത് അർത്ഥം. ഇപ്പോൾ സപ്ത ചിരഞ്ജീവികൾ എന്ന് പറഞ്ഞിട്ടുള്ള 7 പേരെ സാധാരണ പറയാറുണ്ട്. അതിൽ പറഞ്ഞില്ല കേട്ടോ, ഞാൻ വേറെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഹനുമാനെ പറഞ്ഞപ്പോൾ അതൊന്ന് ഓർത്തെന്ന് മാത്രമേ ഉള്ളൂ. 7 ചിരഞ്ജീവികളാണ് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ചിരഞ്ജീവികളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടെന്നാണ് പറയുക. ഇപ്പോൾ അശ്വത്ഥാമാവ്, മഹാബലി, വ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപാചാര്യർ, പരശുരാമൻ, ഇവരാണ് 7 ചിരഞ്ജീവികൾ എന്ന് പുരാണങ്ങൾ പറയുന്നു. ഈ പറഞ്ഞ ആളുകളൊക്കെ മനുഷ്യരിൽ കാണപ്പെടാറുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഓരോരോ ഭാവങ്ങളെ ആണ് ചിരഞ്ജീവികളായിട്ട് പറയണത്. അതായത് അശ്വത്ഥാമാവ് നമ്മുടെ ഉള്ളിൽ പകയായിട്ട് എപ്പോഴും ഇരിക്കുന്നുണ്ടാവും, ചിരഞ്ജീവിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. മഹാബലി നമ്മുടെ ഉള്ളിൽ ദാനശീലനായിട്ട് ഇരിക്കുന്നുണ്ട്. അതാണ് ഇടയ്ക്കൊക്കെ നമ്മൾ ദാനം ചെയ്യാനുള്ള ആ ഒരു ഭാവം നമുക്ക് വരുന്നത്. അതുമാതിരി പകയായിട്ടിരിക്കുന്നത് അശ്വത്ഥാമാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. വ്യാസൻ ജ്ഞാനമായിട്ട് മനുഷ്യൻ്റെ ഉള്ളിൽ ഇരിക്കാറുണ്ട്, നമുക്കുള്ളിൽ ഉണ്ടാകുന്ന ജ്ഞാനങ്ങൾ. ഹനുമാൻ സേവനശീലമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കാറുണ്ട്. അതാണ് നമ്മൾ അമ്പലങ്ങളിൽ പോയിട്ടൊക്കെ സേവനങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. വിഭീഷണൻ ഈശ്വരഭക്തിയായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കാറുണ്ട്. ഈശ്വരനോടുള്ള ഭക്തിഭാവം അത് വിഭീഷണനെയാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ കൃപാചാര്യരുടെ സ്വഭാവം മറ്റുള്ളവരെ പുച്ഛിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലും പരമപുച്ഛമായിട്ട് കൃപാചാര്യരും ചിരഞ്ജീവിയായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കാറുണ്ട്. അതുപോലെ തന്നെ പരശുരാമൻ അഹങ്കാര രൂപത്തിൽ മനുഷ്യരിൽ കാണപ്പെടാറുണ്ട്. ഇങ്ങനെ ഈ സപ്ത ചിരഞ്ജീവികൾ ആയിട്ടുള്ള അശ്വത്ഥാമാവ്, മഹാബലി, വ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപാചാര്യർ, പരശുരാമനൊക്കെ നമ്മുടെ ഉള്ളിലൊക്കെ ഓരോരോ ഭാവത്തിൽ ഇരിക്കാറുണ്ട്. ഇതൊന്നും നമ്മുടെ ഉള്ളിൽ നിന്ന് പോണ ആൾക്കാരല്ല എന്നാണ് പറയണത്. ഈ ഭാവങ്ങളൊക്കെ നമ്മൾ മരിച്ചാലും ആ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് നമുക്കിങ്ങനെ റൊട്ടേഷനിലായിട്ട് വന്നുകൊണ്ടിരിക്കും. അല്ലാണ്ട് ഇവരിങ്ങനെ ഈ ചിരഞ്ജീവികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന മാതിരി അവർ കാലാകാലം ഇങ്ങനെ കൈലാസത്തിൽ ഹനുമാൻ ഇരിക്കേണ്ടതെന്നുള്ള ചിന്തയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഹനുമാൻ അങ്ങനെയാണെങ്കിൽ എത്ര വയസ്സായിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുന്നു വേണ്ട. ഇതൊക്കെ നമ്മുടെ മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെയാണ് ഇതൊക്കെ പറയണത്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണത് തന്നെയാണ്. അങ്ങനെ അതിനുശേഷം ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഹേ അമ്മേ, പരബ്രഹ്മസ്വരൂപിയും പരമാത്മാവുമായിട്ടുള്ള എൻ്റെ ഒരു സ്വരൂപത്തെയാണ് എല്ലാവരിലും അന്തര്യാമിയായിട്ട് ആത്മാവായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. ഭേദഭാവന നീങ്ങാത്തവർക്ക്, അതായത് 2 എന്നുള്ള ഭാവം, ജീവാത്മാവും പരമാത്മാവും എന്നുള്ള ഭാവം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നീങ്ങാത്തവർക്ക് ഭയമുണ്ടാക്കുന്നതാണ് കാലം. കാലം എന്ന് പറഞ്ഞാൽ എന്താ? മരണം, ഇല്ലേ? മരണഭയം. അതും ആ കാലസ്വരൂപനായ ഭാവവും എൻ്റേതാണ് എന്നാണ് പറയണത്. അപ്പോൾ കാലസ്വരൂപൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും
അത് ഞാൻ തന്നെയാണ്. എല്ലാറ്റിൻ്റെയും, അതായത് എല്ലാവരുടെയും ഉള്ളിൽ പ്രവേശിച്ച് ജീവജാലങ്ങളെ സംഹരിച്ചു കൊണ്ടിരിക്കുന്നതാണ്, എല്ലാ ജീവജാലങ്ങളും സംഹരിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയാണ് കാലം എന്ന് പറയുന്നത്. മനസ്സിലായില്ല അല്ലേ? അതായത് നമുക്ക് ഓരോരോ സെക്കൻഡുകൾ നമുക്ക് പിന്നിട്ട് പോകുമ്പോഴും ആ നമ്മുടെ സമയത്തെ തിന്നും കൊണ്ടിരിക്കണ അതിനെയാണ് കാലം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ രണ്ട് സംഭവങ്ങളുടെ ഇടയ്ക്കുള്ള സമയത്തെയാണ് നമ്മളൊരു കാലഘട്ടം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ പ്രാതകാലം, മധ്യാഹ്നകാലം, സായങ്കാലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇതൊക്കെ കാലങ്ങളാണ്. ഈ കാലം തന്നെ, അതായത് കാലം എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഓരോരോ വയസ്സ് കൂടുന്തോറും നമ്മുടെ ശരീരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അപ്പോൾ തലമുടി നരയ്ക്കുക, കാലിൻ്റെ മുട്ടിൻ്റെ വേദന ഉണ്ടാവുക, അതേമാതിരി ഈ തോലൊക്കെ നിറങ്ങളൊക്കെ കുറയുക, ചുളിയുക, ഇതൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരമാത്മസ്വരൂപേണ ഇരിക്കുന്ന ഭഗവാന്റെ വേറൊരു സ്വരൂപമാണ് കാലസ്വരൂപൻ എന്ന് പറയുന്നത്. എന്താ കാലസ്വരൂപൻ ചെയ്യണത്? ആ ശരീരത്തിന് അവനെ രണ്ടായിട്ട് ഭേദഭാവനയോട് കൂടിയിട്ട് കാണുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ അവനെ ആ ഭേദഭാവം ഉള്ളതുകൊണ്ട് ഭയമുണ്ടാക്കുന്നതാണ് അവൻ്റെ ആയുസ് കുറയ്ക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാലസ്വരൂപനായിരിക്കുന്ന ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ പ്രവേശിച്ച് ജീവജാലങ്ങളെ ഓരോരോ സെക്കൻഡുകളിലും സംഹരിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയാണ് ഞാൻ എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള എനിക്ക്, കാലസ്വരൂപനായ എനിക്ക് പ്രിയപ്പെട്ടവനെന്നോ അപ്രിയനെന്നോ ബന്ധുവോ വിരോധിയോ ഒന്നുമില്ല. തൻ്റെ ലക്ഷ്യമായ ആത്മാവിലെ ജീവാത്മാവിൻ്റെ ലക്ഷ്യമായ ആത്മാവിൽ, പരമാത്മാവിൽ ലയിക്കുക എന്ന ലക്ഷ്യത്തെ മറന്ന് ജീവിക്കുന്നവരെ അവരെ പിടികൂടിയിട്ട് സംഹരിക്കുന്ന ആളാണ് സ്വരൂപത്തോടു കൂടി ഇരിക്കുന്ന ഞാൻ തന്നെ എന്നുള്ളതാണ് ഭഗവാൻ കപിലവാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ എന്നിട്ട് പറയാണ്, ആ കാലസ്വരൂപൻ്റെ സാന്നിധ്യം കൊണ്ടാണ് വായു വീശുന്നത്, സൂര്യൻ പ്രകാശിക്കുന്നത്, ഇന്ദ്രൻ മഴ പെയ്യിപ്പിക്കുന്നത്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങണത്, വൃക്ഷങ്ങളും ലതകളും പൂക്കണതും കായ്ക്കണതൊക്കെ, നദികളിലെ വെള്ളമൊഴുകണത്, സമുദ്രം കരകവിഞ്ഞ് ഒഴുകാത്തത്. നദികളിൽ കരകവിഞ്ഞൊഴുകും, സമുദ്രം കരകവിഞ്ഞിട്ട് ഒഴുകില്ല. അഗ്നി ജ്വലിക്കുന്നത് അവൻ കാരണം കൊണ്ടാണ്. ഭൂമി വെള്ളത്തിൽ താണു പോകാതിരിക്കുന്നത് ആ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം നമുക്കൊക്കെ ആയുസ് നമ്മളെ കുറച്ചുകൊണ്ടിരിക്കുന്നത് ആ കാലം നമ്മളുടെ ആയുസ്സിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്, കാവർന്നും കൊണ്ടിരിക്കുകയാണ്.
അതും ആരാണ്? അതും ഭഗവാൻ തന്നെയാണ്. അതാണ് നമ്മുടെ ഉള്ളിലെ ചിത്തത്തിലെ വാസുദേവൻ എന്ന രൂപത്തിൽ പരമാത്മ ചൈതന്യം കുടികൊള്ളുന്ന അതേ സമയത്ത് തന്നെ അതേ ഭഗവാൻ തന്നെ കാലസ്വരൂപനായിട്ടും നമ്മുടെ ആയുസ്സിനെ കുറച്ചും കൊണ്ടിരിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ദേവന്മാർ അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് ഹേ അമ്മേ എല്ലാം കാലസ്വരൂപനായിട്ടുള്ള എന്നെ ഭയപ്പെട്ടിട്ടാണ് എന്നാണ് പറയണത്. അങ്ങനെ അവസാനമില്ലാത്തവനും എല്ലാറ്റിനും അവസാനം ഉണ്ടാക്കുന്നതും നോക്കൂ, അതാ പറഞ്ഞത്. ഭഗവാൻ അവസാനമില്ല, എന്നാൽ എല്ലാറ്റിനും അവസാനം ഉണ്ടാക്കുന്നവനും ഭഗവാൻ തന്നെയാണ്. അവൻ ആദിയില്ലാത്തവനാണ്, എന്നാൽ എല്ലാറ്റിനും എല്ലാവർക്കും ആദി കാരണവും അവൻ തന്നെയാണ്. അങ്ങനെയിരിക്കുന്ന കാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ ജനങ്ങളെ കൊണ്ട് തന്നെ സൃഷ്ടിക്കുകയും അന്തകനെ പോലും മൃത്യുവിനെ കൊണ്ട് സംഹരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. കാലിനടക്കം നാശമുണ്ടെന്നാണ് പറഞ്ഞത് ഭഗവാന്റെ മുമ്പിൽ. ഇപ്പോൾ സൃഷ്ടി നടത്തുന്നത് എങ്ങനെയാണ്? ജനങ്ങളെ സൃഷ്ടിക്കല്ലേ ചെയ്യണത്, മനുഷ്യരെ തന്നെയല്ലേ സൃഷ്ടിക്കണത്, അതായത് ജന്തുക്കളല്ലേ സൃഷ്ടിക്കണത്. അതും ഭഗവാന്റെ സാന്നിധ്യം, കാലസ്വരൂപനായ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹേ അമ്മേ, അങ്ങനെയുള്ള ഈ കാലപ്രവാഹം കൊണ്ട് എല്ലാം നശിക്കുന്നതായിട്ട് വിചാരം ചെയ്ത് ബോധിച്ചാൽ ഈ നശിച്ചു പോകുന്ന വിഷയങ്ങളിൽ എൻ്റെ ഭക്തന് വൈരാഗ്യമുണ്ടാവും. അതാ പറഞ്ഞത്, പെർമനൻ്റായിട്ട് ഒന്നുമില്ല എന്നുള്ള ബോധം നമ്മുടെ ഉള്ളുണ്ടാവണം. ഒക്കെ നശിച്ചു പോണതാണ്. ഇപ്പോൾ ഭാര്യയായാലും മക്കളായാലും അച്ഛനായാലും അമ്മയായാലും എല്ലാവരും നശിച്ചു പോണതാണ് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ മാത്രമേ വൈരാഗ്യമുണ്ടാവുള്ളൂ. വൈരാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടായി, എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പഞ്ചഭൂതങ്ങളായിട്ടുള്ള ആ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം ഇവയുടെ വിഷയങ്ങളായിരിക്കുന്ന തന്മാത്രകളായിരിക്കുന്ന ശബ്ദസ്പർശ രൂപ രസ ഗന്ധങ്ങളിൽ ആഗ്രഹമില്ലാതെയായി തീരലാണ് വൈരാഗ്യം. വൈരാഗ്യത്തിന് ഏറ്റവും നല്ല ഇതാണ് പഞ്ചഭൂതങ്ങളുടെ വിഷയങ്ങളായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഇന്ദ്രിയങ്ങൾ ആകർഷിച്ചും കൊണ്ട്, അതായത് ശരീരത്തിലെ ഇന്ദ്രിയങ്ങളാണ്, 10 ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആകർഷിക്കുന്നതാണ് ആരെ? പഞ്ചഭൂതങ്ങളുടെ വിഷയങ്ങളെ. ആ ആകർഷിക്കുന്ന ആഗ്രഹങ്ങൾ ഇല്ലാതെയായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ ആ വൈരാഗ്യം കൊണ്ട് കണ്ണതൊക്കെ മൂക്ക് നാക്ക് പറഞ്ഞ ഇന്ദ്രിയങ്ങളൊക്കെ എന്തുണ്ടാവും? ആ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ, അതിനെ സ്വീകരിക്കേണ്ട എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അടങ്ങും. അങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങൾ അടങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് അടങ്ങും. അപ്പോൾ മനസ്സിന് വേറെ നിവൃത്തിയില്ല. മനസ്സുകൊണ്ട് ബഹിർമുഖമായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളുടെ വിഷയങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ അതിനെ വൈരാഗ്യം എന്ന് പറയാം. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ അടങ്ങിയാൽ മനസ്സ്, ബഹിർമുഖമുണ്ടായിരുന്ന മനസ്സ് അന്തർമുഖമായിട്ട് തീരും. അങ്ങനെ തീർന്ന ആ മനസ്സിൽ ആത്മസ്വരൂപനായ ആ ഭഗവാനിൽ ഭക്തി അവൻ്റെ ഉള്ളിലുണ്ടാവും. ഹേ അമ്മേ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ
ഈ കാലസ്വരൂപത്തിൻ്റെ ആ കാലശക്തിയായിട്ടുള്ള ആ ശക്തിയെ അമ്മയ്ക്ക് ഞാൻ വർണ്ണിച്ചു തന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 29ാമത്തെ അധ്യായം ഭഗവാൻ അവസാനിപ്പിച്ചത്. ഇനി അടുത്ത 30ാമത്തെ അധ്യായത്തിൽ ഈ ജീവൻ്റെ ഗതിയെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ്. എന്താണ് ജീവൻ്റെ ഗതി, എവിടേക്കാണ് നമ്മൾ ഈ ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് പോകുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. എന്തായാലും തൽക്കാലം നിർത്തട്ടെ. ഹരി നാരായണ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ 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 ഹരേ ഹരി.